എടാ രവി, എന്നാ നിന്റെ അണ്ണന് കഴിക്കാനുള്ളതുണ്ട്. അവിടെ പത്മേട്ടിന് സാധനം കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ കൂടിക്കോളാം. ഞാൻ പോട്ടാ. എന്താ ബ്രോ, നിന്റെ ചേട്ടന്റെ ഭക്ഷണത്തിൽ വിഷമിച്ചു വന്നാലോ? എടാ പ്രശ്നം അവിടെയല്ലേ. അയാൾ ഇന്നലെ തൊട്ട് കഞ്ഞിയും കിഞ്ഞിയും ഒന്നും കുടിക്കാതെ പ്രാന്തനെ പോലെ ഇരിക്കുകയല്ലേ. പിന്നെ ഇവ എവിടെ പോയി വിഷം കലക്കാനാ? ഞാനെന്താ നിങ്ങളെ പോലെ ഒന്നിനും കൊള്ളാത്തനാണെന്ന് വിചാരിച്ചോ? അവന്റെ നെഞ്ചി തന്നെ കുത്തി കൊന്നു കളയും ഞാൻ. ചേട്ടനാകണ്ട് വിട്ട് വെച്ചിരിക്കാണ് ഞാൻ. ഞാനെന്തോ ചത്തുപോയ പോലെയാണല്ലോ അവന്റെ റിയാക്ഷനൊക്കെ. ഇന്നീ ടിഫൻ കഴിച്ചിട്ട് മിണ്ടാതെ കടക്കാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലുണ്ടല്ലോ അവന്റെ തലയെടുത്ത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഡാ രവി, നീ ഞങ്ങളെ പത്മചേട്ടന്റെ അടുത്ത് ചേർത്തിട്ട് 6 മാസമായിടാ. ഒരു സംഭവം പോലും ചെയ്തിട്ടില്ല. എടാ ഞാൻ നിന്റെ ചേട്ടനെ കൊന്നേക്കട്ടെ? ഒന്ന് നിക്കടാ, ഞാനൊന്ന് സംസാരിച്ചോക്കട്ടെ. അതുവരെ ഉണ്ടല്ലോ നീ ഒന്ന് മിണ്ടാതിരിക്കേ, മനസ്സിലായോ? ഇവിടെ ആരെങ്കിലും ചത്തുപോയി കുടിക്കാതെയും കഴിക്കാതിരിക്കാൻ? ഇവിടെ വന്നപ്പോൾ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ട് എല്ലാവരും പേടിച്ചോടി. അങ്ങനെ ഏരിയയിൽ ഞാനൊരു വലിയ ആളായി മാറി. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞാൻ കറക്റ്റായ റൂട്ടിലാണ് പോകുന്നതെന്ന്. നീ ഒന്ന് പുറത്ത് വരുന്നോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നിനക്ക് കണ്ടാലേ മനസ്സിലാവും. പാർക്ക് തന്നെ എത്ര സൈലന്റ് ആയത് കണ്ടില്ലേ? ഈ കിക്കൊക്കെ നീ അനുഭവിക്കേണ്ടതാണ്. അത് വിട്ടേച്ച് ഗിൽട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് അഡ്വൈസ് ചെയ്ത് ശല്യം ചെയ്തോണ്ടിരിക്കുക നീ. ഇപ്പൊ മനസ്സിലല്ലേ ഞാൻ ഈ ഏരിയയിൽ ആരാണെന്ന്? പോയി കഴിക്കേ. എന്റെ കൂടപ്പുറപ്പ് ഇങ്ങനെ ഉള്ളവനായിരുന്നാൽ എനിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റും? എങ്ങനെയാടാ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്ക് ആഹാരം കഴിക്കാനും സുഖമായി ഉറങ്ങാനും കഴിയുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് നല്ലോണം ഉറങ്ങാനും കഴിക്കാനൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഉണ്ടല്ലോ മേലെന്നൊരു ഓർഡർ ഉണ്ട്. ഇന്ന് രാത്രിക്കുള്ളിലെ 2 പേരെ തട്ടിക്കളയാൻ. ബായ്, 2 സ്പെഷ്യൽ ബിരിയാണി ആയിക്കോട്ടെ. ആരെയാ കൊല്ലാൻ പോകുന്നത്? ഒരു ഗർഭിണി പെണ്ണും ഒരു 5 വയസ്സ് കുട്ടിയും. പക്ക പേയ്മെന്റ് ആണ്. സർ, ഞാൻ വിറ്റ്നസ് മുരുകനാണ്. പാർക്കിൽ നടന്ന കൊലപാതകം ചെയ്തത് മറ്റാരുമില്ല സർ. അതെന്റെ സ്വന്തം കൂടപ്പിറപ്പാ. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന എന്റെ അനിയൻ രവി. എനിക്കും നിനക്കും ഒരിക്കലും സെറ്റ് ആവില്ല. നീ നിന്റെ റൂട്ടിൽ പോ, ഞാൻ എന്റെ റൂട്ടിൽ പോയിക്കോളാം. രവി നിക്കടാ. രവി ഇത് കണ്ടില്ലേ? ചേട്ടന്റെ ഗണ്ണൊക്കെ ഉണ്ടല്ലോ. അല്ല, ചേട്ടനൊന്ന് വലിയ റൗഡി ആയോ? ഞാൻ നിന്നെ പോലെ ഒരു കുറ്റവാളിയല്ലടാ. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പുതിയതായി ഇവിടെ ചാർജ് എടുത്തതാ.
ഇപ്പോഴെങ്കിലും സറണ്ടർ ആവ്. നിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. നിന്റെ ഈ പോലീസ് കണ്ണുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിനി 18 വയസ്സായിട്ടില്ല. ഞാൻ ഇപ്പോഴും മൈനറാണ്. ഈ ഫിലിം ഒന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. സമയം ഇപ്പോൾ 12 മണി. The time is 12 AM. ഈ നിമിഷം മുതൽ നീ മൈനറല്ല, മേജറാ. നിനക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19ലേക്ക് എത്തി. ഇപ്പൊ എനിക്ക് നിന്നെ കൊല്ലാം. എന്നെ കണ്ട അമ്മേനെ കാണുന്ന പോലെയുണ്ടെന്ന് പറയാറില്ലേ? അമ്മേനെ നീ ഷൂട്ട് ചെയ്യോ? ചെയ്തത് തെറ്റാണെങ്കിൽ അമ്മയെ മാത്രമല്ല, ആ ഈശ്വരനെ ഞാൻ കൊല്ലും. നീ ഈശ്വരനെ പോലും കൊല്ലും, പക്ഷെ എന്നെ കൊല്ലില്ല. മര്യാദയ്ക്ക് പറയുന്ന കേക്ക്. നിന്നെ കൊണ്ട് പറ്റില്ല ചേട്ടാ. നിക്കടാ, സറണ്ടർ അവനെ പറഞ്ഞേ. ഞാൻ പറയുന്നത് കേക്ക് രവി. ജോലിക്ക് സമയട്ടാ, രണ്ടുപേരെ കൊല്ലാണ്. ബിരിയാണി എടുക്ക്. ഇതാ സർ. இருந்தாலும் மறைந்தாலும் பேர் சொல்ல வேண்டும். இவர் போல யார் என்று சொல்ல வேண்டும். இருந்தாலும் மறைந்தாலும் பேர் சொல்ல வேண்டும். இவர் போல யார் என்று சொல்ல வேண்டும். മാഡം, എടുക്കടാ. എന്റെ അടുത്ത് കാശില്ല മാഡം. ATM കാർഡ് മാത്രമേ ഉള്ളൂ. അതെയോ? നിന്നെ പോലെ എത്ര തെണ്ടികളെ കണ്ടിട്ടുള്ളതാ. ഞങ്ങളും ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് എപ്പോഴേ മാറിക്കഴിഞ്ഞു. രാജൻ ചേട്ടോ, പെട്ടെന്നെടുത്തോ. ഏയ്, കാർഡ് കാണിച്ച് എത്ര നാൾ ഞങ്ങളെ പറ്റിക്കും? പിൻ നമ്പർ പറ. 8211 സർ. മഫ്തിയിൽ ചോള വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന SI മുരുകവേൽ കൊലപാതക രവിയിൽ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വെടിവെച്ചു കൊന്നു. എല്ലാവരും ഉടൻ തന്നെ അടുത്തുള്ള പാർക്കിൽ അസംബിൾ ആകുക. വേഗം. ഓവർ. കേട്ടോ, എന്നതാ ഇതൊക്കെ? പാർക്കിൽ ചോളം ഇട്ടോണ്ടിരുന്നവൻ പുതിയതായിട്ട് ജോയിൻ ചെയ്ത SI ആണോ? അയ്യേ. ആളെ അറിയാതെ അയാളിൽ നിന്ന് തന്നെ മാമൂല് വാങ്ങിയോ? അവരെ കണ്ടതും ഉടനെ തന്നെ ഒരു സല്യൂട്ട് അടിച്ചേക്കേ. ഏട്ടാ, ഞാൻ എന്തിനാ സല്യൂട്ട് ചെയ്യണേ? അയാളും എന്നെ പോലത്തെ SI അല്ലേ? ഹാൻഡ് ഷേക്ക് എന്നെ കൂടുതലാ. എടോ, അനിയനെ കൊന്നിട്ട് ഇവ എന്ത് തീറ്റയാടാ തിന്നണേ? യവനെങ്ങാനും നമ്മുടെ സ്റ്റേഷനിൽ വന്ന നമ്മുടെ ചോറ്റിൽ പാറ്റയാ, സംശയം വേണ്ട. തന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. സർ, R2 പോലീസ് സ്റ്റേഷനിൽ SI ആയി വർക്ക് ചെയ്യുന്ന മുരുകവേൽ കുറ്റവാളി സ്വന്തം സഹോദരനാണെന്ന് അറിഞ്ഞിട്ടുകൂടി കടമ മറക്കാതെ ചുട്ടുകൊന്നതിനാൽ ഇതേ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം കൊടുത്തിരിക്കുന്നു. സർ,